ഹായ്. സിനിമകൾ കാണുമെന്ന് പറയുന്നത് ചില സമയത്തൊക്കെ നമ്മളുടെ സമയം കളയാൻ വേണ്ടിയിട്ട് നമ്മൾ ചൂസ് ചെയ്യുന്ന കാര്യമാണ്. ചില സമയത്ത് നമ്മുടെ ഇമോഷൻസിനനുസരിച്ച് നമ്മൾ സിനിമകൾ കാണും. ചില സമയത്ത് നല്ല നല്ല സിനിമകൾ സെർച്ച് ചെയ്തിട്ട് കാണും. ചില സമയത്ത് നമ്മൾ ചില വീഡിയോസിലൂടെ അല്ലെങ്കിൽ ഒരു ഷോർട്സിലൂടെയൊക്കെ കാണുന്ന സിനിമകൾ അല്ലെങ്കിൽ ആ ഒരു സീൻസ് വെച്ചിട്ട് നമ്മൾ സിനിമകൾ അന്വേഷിച്ച് പോകുമ്പോൾ നല്ല സിനിമകളായിരിക്കണം എന്നില്ല അത്. പക്ഷേ ചില സമയത്ത് നമ്മൾ ചുമ്മാ സമയം കളയാൻ വേണ്ടി കാണുന്ന സിനിമകളൊക്കെ നല്ല അടിപൊളിയായിരിക്കും. അങ്ങനെ ഞാൻ കണ്ടൊരു സിനിമയാണ് ക്യൂൻ മൂവി. മലയാളത്തിലെ ക്യൂനല്ല കേട്ടോ, ഹിന്ദിയിൽ കങ്കണ റണൗട്ടിൻ്റെ സിനിമയാണ്. നല്ല അടിപൊളി ഫിലിമാട്ടോ. കണ്ടു. എനിക്ക് ഞാൻ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തില്ല അത്രയും നല്ലൊരു ഫിലിമായിരിക്കും. ചുമ്മാ സമയം കളയാൻ വേണ്ടി ഞാൻ കണ്ടൊരു സിനിമയാണ്. പക്ഷെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടൊരു സിനിമ കൂടിയാണ്. ആ ഫിലിം നിങ്ങൾക്ക് എത്ര ഫെമിലിയർ ആയിരിക്കും എന്നറിയില്ല, പക്ഷെ അതിൻ്റെ പാട്ട് നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. ലണ്ടൻ തുംക എന്ന് പറഞ്ഞ പാട്ട് നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. കാരണം ഈ റീൽസിൽ ഈ അടുത്തിടയ്ക്ക് ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു. കേട്ടിട്ടില്ലെങ്കിൽ ഞാൻ താഴെ മെൻഷൻ ചെയ്തേക്കാം കേട്ടോ. ഈ ഒരു ഫിലിം തുടങ്ങുന്നത് തന്നെ ഈ ഒരു പാട്ട് വെച്ചിട്ടാണ്. ഭയങ്കര ആഘോഷമായിട്ട്, ഭയങ്കര ബഹളമായിട്ട്, ഭയങ്കര അടിച്ച് പൊളി ഫീലിലാണ് ഈ ഒരു ഫിലിം തുടങ്ങുന്നത്. ഈ ഒരു പാട്ട് തുടങ്ങി ഒരു 4 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 4.5 മിനിറ്റൊക്കെ കഴിയുമ്പോഴത്തേക്കും സിനിമയുടെ ഇമോഷൻ മാറാൻ തുടങ്ങും. ഭയങ്കരമായിട്ടും ചേഞ്ച് ചെയ്യും. നമ്മൾ പറയാറില്ലേ, നമ്മുടെ ലൈഫൊക്കെ കണ്ണടച്ച് തുറക്കുന്നതിന് മുന്നേ മാറിപ്പോയി, അല്ലെങ്കിൽ കണ്ണടച്ച നിമിഷം കൊണ്ടാണ് എല്ലാം തിരിഞ്ഞു മറിഞ്ഞത്, എത്ര പെട്ടെന്ന് ആ കാര്യങ്ങളൊക്കെ മറിഞ്ഞു പോയത് എന്നൊക്കെ നമ്മൾ പറയില്ലേ. അത് കറക്റ്റായിട്ട് ആ ഒരു സിനിമയിൽ കാണിച്ചിട്ടുണ്ട്. കാരണം അത്രയും ആഘോഷമായിട്ട് അവർ ഒരു കല്യാണ ദിവസം, കല്യാണ തലേന്ന് അവർ അടിച്ചു പൊളിക്കുകയാണ്. സംഗീത് നൈറ്റ് കിടിലനാക്കി ആഘോഷിച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ എല്ലാം അവസാനിക്കുകയാണ്. ഈ പാട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കങ്കണ റണൗട്ട്, അതായത് പുള്ളിക്കാരുടെ ക്യാരക്ടറിൻ്റെ പേരാണ് റാണി. റാണിയുടെ കല്യാണമാണ്. റാണിയുടെ കല്യാണത്തിന് സംഗീത് നൈറ്റിന് അടിച്ച് പൊളിച്ച് ഫാമിലി, ഫ്രണ്ട്സ് എല്ലാവരും കൂടി ചേർന്ന് അടിച്ച് പൊളിക്കുന്ന ഒരു നൈറ്റാണ്. റാണി എന്ന് പറയുന്ന ക്യാരക്ടർ ഭയങ്കര ഒരു നോർമൽ ഫാമിലിയിൽ ജീവിച്ച, പുള്ളിക്കാരുടെ അച്ഛന് സ്വീറ്റ്സ് ഷോപ്പാണ്. അപ്പോൾ ഈ മധുര പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുന്ന, അതൊക്കെ വിറ്റ് അങ്ങനെ ജീവിക്കുന്ന ആൾക്കാരാണ്. അവരുടെ ഫാമിലി ഫ്രണ്ടായ ആളിൻ്റെ മോനുമായിട്ടാണ് ഈ കല്യാണം ഉറപ്പിച്ചിരിക്കുന്നത്. ഇയാൾ ഇവളുടെ പിന്നാലെ നടന്നിട്ടാണ് ഈ ഒരു റിലേഷൻ സമ്മതിപ്പിച്ചതും ഈ കല്യാണം വരെ എത്തിച്ചതും ഒക്കെ. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് എല്ലാവർക്കും ഉണ്ട്. അറിയാവുന്നൊരു ഫാമിലിയിലേക്കാണ് മോളെ വിടുന്നത് എന്നുള്ളൊരു സന്തോഷം അച്ഛനും അമ്മയ്ക്കും ഒക്കെ ഉണ്ട്. അങ്ങനെ അടിപൊളിയായിട്ട് എല്ലാവരും നിൽക്കുകയാണ്. കാരണം റാണിയുടെ കല്യാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും അടിച്ചു പൊളിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു കല്യാണം കൂടിയാണ്. അങ്ങനെ ആഘോഷങ്ങളെല്ലാം തകർത്ത് നടക്കുന്നുണ്ട്. എല്ലാം അടിപൊളിയായിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ റാണിയുടെ ലവർ, അതായത് വുഡ് ബി, മണിക്കൂറുകൾക്ക് ശേഷം കല്യാണം കഴിക്കാൻ പോകുന്ന ആൾ, പുള്ളിക്കാരൻ വന്നിട്ട് പറയാണ്, അതായത് ഫോൺ വിളിക്കുകയാണ് രാവിലെ, എനിക്ക് നിന്നെ ഒന്ന് കാണണം, അത്യാവശ്യമായിട്ടൊന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ കല്യാണ ദിവസം രാവിലെ ചെക്കന് പെണ്ണിനെ കാണണം എന്ന് പറയുമ്പോൾ എന്തായാലും ഒരു എക്സൈറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു നാണമൊക്കെ ഉണ്ടാവുമല്ലോ. പിന്നെ വീട്ടിൽ നിന്ന് ചാടാൻ അത്ര എളുപ്പമൊന്നുമല്ല. എന്തായാലും ഭയങ്കര റിസ്ക് എടുത്ത് റാണിയുടെ കുഞ്ഞനിയനെയും കൂട്ടിയിട്ടാണ് റാണി എല്ലായിടത്തും പോവുക. റാണിയുടെ പേരൻസിൻ്റെ ഒരു രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ, റാണി എന്ന് പറയുന്ന പെൺകുട്ടി ഒട്ടും സേഫ് അല്ല. കാരണം പെൺകുട്ടികൾക്ക് എപ്പോഴും ഒരാണിൻ്റെ തുണ വേണം എന്ന് വിശ്വസിക്കുന്ന ഒരു ഫാമിലിയാണ്. അപ്പോൾ ഇവളുടെ കുഞ്ഞനിയനെ വിട്ടിട്ടാണ് എപ്പോഴും ഇവളെ ഫങ്ഷൻസിനും ഇവളുടെ ഫ്രണ്ട്സിൻ്റെ ഒപ്പം കറങ്ങാനും അല്ലെങ്കിൽ ഇവള് ലവറുമായിട്ടും ഡേറ്റിന് പോകുമ്പോഴൊക്കെ ഇവളുടെ കുഞ്ഞനിയനുണ്ടാവും. അപ്പോൾ അങ്ങനെ രാവിലെ പതിവ് പോലെ ഇവനെയും കൂട്ടിയിട്ട് അവൻ പറഞ്ഞ, അതായത് കല്യാണ ചെക്കൻ പറഞ്ഞ ആ കോഫി ഷോപ്പിലേക്ക് ചെല്ലുകയാണ്. അവൾ വിചാരിക്കുന്നത് കല്യാണത്തെക്കുറിച്ച് സംസാരിക്കാനോ അല്ലെങ്കിൽ കല്യാണത്തിൻ്റെ കാര്യങ്ങളൊക്കെ പ്രിപ്പറേഷൻ എവിടം വരെ എന്നൊക്കെ ചോദിക്കാനോ അല്ലെങ്കിൽ എന്നെ ഭയങ്കരമായിട്ട് മിസ് ചെയ്തിട്ടൊക്കെ കാണാൻ വേണ്ടിയിട്ട് വരികയാണ് എന്നൊക്കെയാണ് റാണി ഉദ്ദേശിക്കുന്നത്. പക്ഷേ സംഭവം ഇതൊന്നുമല്ല. കല്യാണത്തിന് മണിക്കൂറുകൾ ബാക്കി നിൽക്കെ അവൻ വന്നിട്ട് അവളോട് പറയുകയാണ്, എനിക്ക് ഈ കല്യാണത്തിന് താല്പര്യമല്ല, നമുക്ക് ഈ കല്യാണം അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. എൻ്റെ ആ ഒരു ലെവലിലേക്ക് നീ എത്തുന്നില്ല. നല്ല സാലറി ഉള്ളൊരു ജോബുണ്ട് എനിക്ക്, UK സെറ്റിൽഡാണ്. അപ്പോൾ UK ലൈഫുമായിട്ട് നിനക്കൊരിക്കലും സെറ്റാവാൻ പറ്റില്ല. കാരണം നീ നാട്ടുമ്പുറത്ത് ജീവിച്ച നോർമൽ ഒരു സ്വീറ്റ് ഷോപ്പ് ഉടമയുടെ മോളല്ലേ. അപ്പോൾ നിനക്ക് എത്രയാണെങ്കിലും UK ലൈഫൊന്നും നിനക്ക് സെറ്റാവില്ല. നിൻ്റെ ഫാമിലിക്ക് ഒരിക്കലും എൻ്റെ ആ ഒരു രീതി സെറ്റാവില്ല. നമ്മൾ തമ്മിൽ ഒരുപാട് ഗ്യാപ്പുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് റാണി. അതുകൊണ്ട് നമുക്കിതിവിടെ വെച്ച് അവസാനിപ്പിക്കാം. വലിയ വലിയ പ്രശ്നങ്ങളിലേക്ക് എത്തുന്നതിന് മുൻപ് സ്റ്റാർട്ടിങ്ങിലെ നിർത്തുന്നതല്ലേ എന്തുകൊണ്ടും നല്ലത്. നീ ഇതെങ്ങനെയെങ്കിലും നിൻ്റെ വീട്ടുകാരെ പറഞ്ഞ് മനസ്സിലാക്കണം. ഞാൻ എൻ്റെ വീട്ടുകാരെ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. കാരണം അവർക്ക് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ മനസ്സിലാവും. നീ ഇത് ഹാൻഡിൽ ചെയ്യണം. എങ്ങനെയായാലും
നമുക്ക് നന്നായിട്ട് തന്നെ ഇത് അവസാനിപ്പിക്കാം. ഇത്രയും പറഞ്ഞ് ഭയങ്കര കൂളായിട്ട് ഇവൻ ചിരിക്കുകയാണ്. ഒരു കോഫിയും ഓർഡർ ചെയ്തിട്ട് ഇവൻ കുടിക്കുകയാണ്. അവൾക്കും ഒരു കോഫി ഓർഡർ ചെയ്ത് കൊടുത്തു. എത്ര സിമ്പിളായിട്ടാണല്ലേ കാര്യങ്ങൾ അവൻ കൈകാര്യം ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ ആ ഒരു സ്ഥലത്തിരിക്കുന്ന റാണിയുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. മണിക്കൂറുകൾക്ക് ശേഷം കല്യാണമാണ്. എങ്ങനെയായിരിക്കും അവൾ റിയാക്ട് ചെയ്യുക? അല്ലെങ്കിൽ അവളുടെ ലൈഫ് ഇനി എങ്ങനെയായിരിക്കും അല്ലേ? കല്യാണം മുടങ്ങിയ ഒരു പെൺകുട്ടിയുടെ ലൈഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രത്തോളം ക്രൂഷ്യലായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാൻ പോലും പറ്റില്ല. അത്രയും അതിഭീകരമായിരിക്കും. ഈ ഒരു ഇൻസിഡൻറ്റ് റാണിക്ക് ഭയങ്കര ഷോക്കായിരുന്നു. ഏതൊരു പെൺകുട്ടിക്കും ഷോക്കായിരിക്കുമല്ലോ. കല്യാണത്തിന് മണിക്കൂറുകൾ ബാക്കി നിൽക്കുക, അതായത് കല്യാണത്തിൻ്റെ ദിവസം, കല്യാണത്തിൻ്റെ അന്ന് രാവിലെ വന്നിട്ട് കല്യാണച്ചക്കൻ പറയുകയാണ്, എനിക്ക് നിന്നെ കല്യാണം കഴിക്കാൻ താല്പര്യമില്ല, ഈ ഒരു വിവാഹം നടക്കില്ല, നമുക്കിവിടെ വെച്ച് പിരിയാമെന്ന്. റാണി പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു മെൻ്റൽ ട്രോമ എന്തായിരിക്കുമെന്ന് ഒരിക്കൽ പോലും റാണിയുടെ ഗ്രൂം ചിന്തിച്ചിട്ടില്ല. അവൻ ചിന്തിക്കുകയുമില്ല. കാരണം അവന് മുന്നിൽ അവൻ്റെ UK സ്വപ്നങ്ങൾ, UK അടിച്ചു പൊളിച്ച് നടക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു ലൈഫ് പാർട്ട്ണർ വേണം. അതിനൊരിക്കലും റാണി സെറ്റാവില്ല. ഇവർ രണ്ടുപേരും എത്രത്തോളം ഇൻറ്റൻസ് ആയിട്ടാണ് പ്രണയിച്ചിരുന്നത്, ഇവർ രണ്ടുപേരും എത്രത്തോളം ടൈം ഒന്നിച്ച് സ്പെൻഡ് ചെയ്തിട്ടുണ്ട്, ഇവർ രണ്ടുപേരും എത്ര ക്ലോസ് ആയിരുന്നു. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇതെല്ലാം വിട്ടിട്ട് അവന് കൂളായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. പക്ഷേ റാണീനെ കൊണ്ട് അങ്ങനെ പറ്റും ഇല്ല. റാണി ഭയങ്കരമായിട്ടും തകർന്നു പോകും. ആ കോഫി ഷോപ്പിലിരുന്ന് അവൾ കാല് പിടിക്കുന്നുണ്ട് അവൻ്റെ. എങ്ങനെയെങ്കിലും ഇതൊന്ന് ഓക്കെ ആക്കണം, ഞാൻ എത്ര വേണമെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തോളാം, എങ്ങനെ വേണമെങ്കിലും ഞാൻ മാറിക്കോളാം, ഒന്ന് ഓക്കെ ആക്ക്, നീ ഇതൊന്നും കൂടി ഒന്ന് ആലോചിക്കുക, എൻ്റെ പപ്പ ഹാർട്ട് അറ്റാക്ക് വന്നിരിക്കുന്നൊരു മനുഷ്യനാണ്, ഇത് കേട്ട് കഴിഞ്ഞാൽ ആൾക്കത് ഭയങ്കര സങ്കടമാവും, നീ അതൊന്നും കൂടി ഒന്ന് ചിന്തിക്കുക. തലേ ദിവസം ഇട്ട ആ മെഹന്തി പോലും ഉണങ്ങിയിട്ടില്ല. അതുപോലും കഴുകിക്കളയാതെയാണ് അവൾ പിറ്റേ ദിവസം അവനെ കാണാൻ വേണ്ടി വന്നത്. അവനെ പിടിക്കുമ്പോഴൊക്കെ, അവൻ്റെ കയ്യിലൊക്കെ പിടിക്കുമ്പോഴൊക്കെ ഈ മെഹന്തി ഇങ്ങനെ പൊടിഞ്ഞ് വീഴുന്നുണ്ട്. ഇത് കാണുമ്പോഴത്തേക്കും ഇവന് കുറച്ചും കൂടി അറപ്പാണ്. ഇവൻ ഭയങ്കര റൂഡായിട്ടാണ് നിൽക്കുന്നത്. അത്രയും കണ്ടു കഴിയുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവും ഈ ഒരു ഫിലിമിൻ്റെ റൂട്ട് എങ്ങോട്ടാണെന്ന്. അതിനുശേഷമാണ് റിയൽ സ്റ്റോറി തുടങ്ങുന്നത്. ശരിക്കും റാണി ക്യൂനാവുന്നത് ആ ഒരു സമയത്താണ്. ഇതൊരു സ്റ്റാർട്ടിങ് കുറച്ച് സമയം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. കാരണം ബാക്കി നിങ്ങൾ കണ്ട് തന്നെ മനസ്സിലാക്കേണ്ടതാണ്. ഒത്തിരി അടിപൊളി സീൻസ് ഉണ്ട്, ഒത്തിരി ഇമോഷണൽ സീൻസ് ഉണ്ട്, ഒരുപാട് നമ്മളെ ചിന്തിപ്പിക്കുന്ന, നമ്മളെ ഇൻസ്പയർ ചെയ്യുന്ന ഒരുപാട് സീൻസ് ഉണ്ട്. ബ്രേക്കപ്പിലൂടെ കടന്നു പോകുന്ന, അല്ലെങ്കിൽ നിങ്ങളെ എന്തൊക്കെ ചെയ്തിട്ടും നിങ്ങളെ മനസ്സിലാക്കാത്ത പാർട്ട്നേഴ്സാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളെല്ലാവരും ഈ ഒരു ഫിലിം കാണണം. അതുപോലെ നിങ്ങളുടെ ലൈഫിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തീരുമാനം നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നില്ലെന്നുണ്ടെങ്കിലും നിങ്ങൾ ഈ ഒരു ഫിലിം കാണണം. ഉറപ്പായിട്ടും കണ്ടു നോക്കുക. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടാണ്ടിരിക്കില്ല, ഉറപ്പാണ്. കാരണം അത്രയും അടിപൊളി സ്ക്രിപ്റ്റാണ്. എന്തായാലും കണ്ടു നോക്കുക. കണ്ടു നോക്കിയിട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അഭിപ്രായം പറയാം. താങ്ക് യു.